ഓരോ തെരഞ്ഞെടുപ്പും ഓരോ തലത്തിൽ ചർച്ചയാകാറുണ്ട്. പല പരാമർശങ്ങളും ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കാറുമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളം ഏറ്റവും അധികം കേട്ടതും ഒരുപോലെ പറഞ്ഞതും ഒരേ വാക്കായിരുന്നു: വിസ്മയം. വിഭാഗീയതയും വിമത നീക്കവുമൊക്കെ അല്പം ലാളിത്യമുള്ള പദത്തിലൊതുങ്ങി വിസ്മയം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു തുടങ്ങിയ പദമാണ്. CPM-ൽ നിന്നും കോൺഗ്രസിലേക്കും UDF പിന്തുണ തേടിയും എത്തുന്ന നേതാക്കളാണ് വിസ്മയങ്ങളായത്. G. സുധാകരൻ തുടങ്ങി TK ഗോവിന്ദൻ വരെ രാഷ്ട്രീയ വിസ്മയങ്ങളായി. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDF-ന്റെ പക്കലേക്ക് കക്ഷികളും LDF-ലുള്ള കക്ഷികളും NDA-യിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDF-ന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അപ്പോൾ വിസ്മയം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ വിസ്മയം ഉണ്ടാവും. അത് വരുമ്പോഴല്ലേ വിസ്മയമാവുള്ളൂ. വന്നാൽ മതി, വരുമ്പോൾ കറക്റ്റായിട്ട് പറയും. കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യും, അപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. വിസ്മയം അതാണ്. പിന്നെ CKP പത്മനാഭനെ പിടിക്കുമെന്ന് പറഞ്ഞു, പിന്നെ മാണി കേരള കോൺഗ്രസിനെ പിടിക്കുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഓരോരുത്തരെ പിടിക്കാൻ വേണ്ടി നടക്കുകയാണ്. പ്രായമുള്ളവർ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് VD സതീശനും കൂട്ടനും കൂടി ഇപ്പോഴും പുറപ്പെട്ടിരിക്കുകയാണ് വിസ്മയം തീർക്കാൻ. ഒരു വിസ്മയവും ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. വിസ്മയം വിട്ടോ VD സതീശൻ എന്ന് മാറി കുറച്ചു കാലം അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വിസ്മയം സതീശൻ എന്നായിരുന്നല്ലോ. അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ പല കാര്യങ്ങളും പറയാനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു വിസ്മയം സൃഷ്ടിക്കാൻ വേണ്ടി നടന്നിട്ട് അവസാനം മുഖം നഷ്ടപ്പെട്ടിരിക്കുകയാണല്ലോ. ഒരിടത്ത് പ്രതിപക്ഷ നേതാവ് വിസ്മയിപ്പിക്കുമ്പോൾ മറ്റൊരിടത്ത് സതീശനെ ഇടതുപക്ഷം കടന്നാക്രമിച്ചത് നുണ പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ്. സതീശന്റെ നുണകൾ എന്ന പേരിൽ പേജുകളും തുടങ്ങി. പേജ് റിപ്പോർട്ട് അടിച്ച് പൂട്ടിപ്പോയെങ്കിലും നുണ എന്ന പ്രചാരണത്തിൽ ആവർത്തിക്കുന്നു CPM. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതും പലതും പൊളിച്ചടുക്കിയുമൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ CPM അവരുടെ പ്രചാരണം മുന്നോട്ട് നയിക്കുന്നത്. അത് നുണ പറയുന്ന നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസവും ഓരോ നുണ. ഒരു നുണയല്ല, 8-9 നുണയാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സതീശൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ നുണ പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അതിനൊന്നും തള്ളിക്കളി അസംബന്ധാണെന്ന്, കളവാണെന്ന്, നുണയാണെന്ന്. അല്ലല്ല, നുണ ഞാൻ പറഞ്ഞു എന്ന് ഗോവിന്ദൻ പറയാം. നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ണൂരുണ്ടായ സംഭവത്തിൽ വീണ ജോർജിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് കേസുകാരി തിരിച്ചു, കൈ പിടിച്ചു വളച്ചൊടിച്ചു എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് നോക്കി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ആളാ MV ഗോവിന്ദൻ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ നുണയന്മാരിൽ ഒരാളാണ്. മറ്റാരും അധികം ഏറ്റെടുത്തില്ലെങ്കിലും അതിനിടയിൽ ഒന്ന് കത്തിക്കയറിയതാണ് ഷൂ അങ്ങ് ഉടുമ്പൻചോലയിൽ നിന്ന് കേട്ട ഷൂ ആണ്. MM മണിയുടെ ഷൂവിനെ ഷൂ ആക്കി തന്നെ മറുപടി പറഞ്ഞു G. സുധാകരനും. സുധാകരൻ CPM വിടുന്നതിനുള്ള പ്രതികരണവും മറുപടിയുമായിരുന്നു അത്. പിന്നെ G. സുധാകരൻ മത്സരിക്കുകയോ മത്സരിക്കാതിരിക്കുകയോ ചെയ്യേണ്ടത് അയാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. എത്രയോ പേര് വലിയ ബന്ധമുള്ളവർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയില്ലേ. അതുകൊണ്ട് ഞങ്ങൾക്കെന്നാ, ഞങ്ങൾ പ്രസ്ഥാനം മുന്നോട്ട് പോകും. MM മണി ഇതിൽ നിൽക്കുമ്പം വലിയ പുള്ളിയാ, ഇതിൽ നിന്ന് വിട്ടുപോയാൽ പോകാം. ഷൂ മണി നമ്മുടെ ഇടുക്കിയിലെ ഷൂ. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എന്തിൻ്റെ സുഖേടാ ഈ ആലപ്പുഴയിലെ ഒരു കാര്യത്തിൽ അവിടെ ഇരുന്ന് വർത്താനം പറയട്ടെ? എന്ത് കാര്യത്തില് ഇവരെന്തിനാ ഞാൻ അഭിപ്രായം പറയുന്നത്? ഇനി ഇതിനിടയിൽ മാത്രമല്ല, രാഷ്ട്രീയ കേരളത്തിൽ എക്കാലവും ചർച്ചയാകാൻ പോകുന്നതാണ് ഡീൽ. ബാന്ധവം എന്നാണ് നമ്മൾ പണ്ടു പറഞ്ഞുകൊണ്ടിരുന്ന പ്രതിഭാസമാണ് ഇപ്പോൾ ഡീലായിരിക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിലും പോലെ ഇത്തവണയും പാർട്ടികൾ അന്യൂനം കൂട്ടുകച്ചവടങ്ങളും ബന്ധങ്ങളും ആരോപിക്കുന്നുണ്ട്. കനത്ത പോര് നടക്കുന്ന പാലക്കാടാണ് പ്രധാനമായും ആരോപണം ഉന്നയിക്കപ്പെടുന്നത്. ഡീലും പ്രതിപക്ഷ നേതാവിന്റെ സംഭാവനയാണ്. ആരോപണം തന്നെ ഡീലിനുള്ള മറുപടി എന്നാണ് CPM-ഉം തോൽവിയിൽ വിറളിപ്പുണ്ടാണെന്ന് BJP-യും മറുപടി പറയുന്നു. ഇവർ ഞങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് BJP-യുമായി ചേർന്ന് നിങ്ങൾ ആ സ്ഥാനാർത്ഥിയെ പരിശോധിച്ച് നോക്ക്. എന്ത് സാഹചര്യത്തിലാണ് പാലക്കാട് CPM ആ സ്ഥാനാർത്ഥിയെ നിർത്തിയേക്കണമെന്ന് പരിശോധിക്കുക. അപ്പോൾ പിന്നെ ഞങ്ങൾ ഏതായാലും ജയിക്കില്ല, എന്നാൽ കോൺഗ്രസും ജയിക്കേണ്ട, UDF-ഉം ജയിക്കേണ്ട എന്നുള്ള ധാരണ പാലക്കാട് അവർക്കുണ്ട്. ഒരുപാട് സ്ഥലത്ത് അവരുമായിട്ട് ഡീലുണ്ട്. ഡീൽ ആരോപിക്കുന്നത് അത് തന്നെ ഒരു ഡീലിൻ്റെ ഭാഗമാണ്. ചെയ്യാൻ പോകുന്ന ഡീലിനുള്ള മുൻകൂർ ജാമ്യം തേടലാണ് സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, തെരഞ്ഞെടുപ്പുകളിൽ ഡീൽ ഉറപ്പിച്ചിട്ടുള്ളത് കോൺഗ്രസ്സാണ്. കോൺഗ്രസും BJP-യും ലീഗും ചേർന്നാണ് എല്ലാ ഘട്ടത്തിലും ഡീലുകൾ ഉറപ്പിച്ചിട്ടുള്ളത്.
അതിനവർക്ക് ഒന്നും തടസ്സമായിട്ടില്ല. BJP-യുമായി കൂട്ടുചേരുന്നതിന് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് എന്ത് ഡീലിന്റെ അടിസ്ഥാനത്തിലാണ് ശ്രീമാൻ VD സതീശൻ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ടുള്ളത്? ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാതെ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുന്നേറ്റമുണ്ട് എന്ന് കാണുമ്പോൾ വിറളി പിടിച്ച് ഇവിടെ എങ്ങനെ BJP-യുടെ മുന്നേറ്റത്തെ തടയാം എന്നുള്ള അശ്രാന്ത പരിശ്രമം നടത്തുന്നതിന് പകരം മിസ്റ്റർ സതീശൻ മണ്ഡലത്തിൽ നിന്ന് ജയിക്കാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ എന്ന് ജനങ്ങളുടെ മുന്നിൽ പറയാൻ തയ്യാറാകണം. കട്ടിയുള്ള പദങ്ങളൊക്കെ മാറി ജൻസിക്കും മനസ്സിലാകും വിധമാണ് ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ള കാര്യം പറയാതെ വയ്യ. പക്ഷേ ചില പരാമർശങ്ങൾ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്നതാണ്. അതിലൊന്നായിരുന്നു G. സുധാകരൻ പാർട്ടി വിട്ട് UDF പിന്തുണ സ്വീകരിച്ച് മത്സരിക്കുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. മുഖ്യമന്ത്രിയോട് ഞാൻ പറയുന്നില്ല, ആദരണീയനായ അദ്ദേഹത്തെ ഒന്നും പറയുന്നില്ല എന്ന് നിങ്ങളെ കൂടുതൽ ചിലർക്ക് പറയാത്ത ഞാനൊന്നും പറയുന്നില്ല. അതെന്റെ ഗുരുത്വമാണ്, എന്റെ ഗുരുത്വം. വിമർശിക്കും, പക്ഷേ ഞാൻ ചീത്ത പറയുന്നില്ല. അദ്ദേഹത്തിന്റെ ചെറ്റയെന്നല്ല, ഇനി വറ്റ മത്സ്യം എന്ന് വിളിച്ചാലും ഞാൻ ചീത്ത പറയുന്നില്ല. ചെറ്റപ്പുഴ ചെറ്റക്കുടിൽ, പാവപ്പെട്ടവന്റെ വീടാണത്. ആ ചെറ്റപ്പുരയെ ആക്ഷേപിക്കുകയാണ് എന്നെ ചെറ്റ എന്ന് വിളിച്ച വഴി. ഞാനും സാധാരണക്കാരനാണ്. ചെറ്റ എന്ന് വിളിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. കാരണം ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ചെറ്റപ്പുരകളുടെ പ്രതീകമാണ് ചെറ്റ എന്ന് പറയുന്നത്. അല്ല, നീപോട ചെറ്റ എന്നുള്ള മാത്രമല്ല അർത്ഥം. അദ്ദേഹത്തിന് മലയാള ഭാഷയുടെ അർത്ഥഭേദങ്ങൾ അറിയില്ല. പിന്നെ പാർലമെന്റിൽ വ്യാമോഹമാണ് എനിക്ക്. മുഖ്യമന്ത്രി വരെ പറഞ്ഞെന്നാ പറയുന്നത്. അദ്ദേഹം 9 തവണ മത്സരിച്ചു, അവിടെ തോക്കത്തില്ലാരും. ആ സീറ്റങ്ങനെ അതുകൊണ്ടാണ് ജയിച്ചത്. G. സുധാകരൻ എന്തായാലും കടുത്ത ഭാഷയിൽ പിണറായി വിജയന് മറുപടി നൽകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ആരോഗ്യകരമായി തന്നെ മുഖ്യമന്ത്രിക്ക് കൊള്ളാവുന്ന തരത്തിൽ തന്നെ അതിന് മറുപടി പറഞ്ഞ് ആ പ്രയോഗത്തിനുള്ള മറുപടി അവിടെ ആ പ്രശ്നം തന്നെ അവസാനിപ്പിക്കുകയാണ്. പക്ഷേ അത് വിടുന്നില്ല പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ അതിരൂക്ഷ ഭാഷാ പ്രയോഗങ്ങളിൽ പരിഹാസവുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തുകയാണ്. പിണറായിയെ ഭാഷാ പണ്ഡിത പുരസ്കാരത്തിന് നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് VD സതീശൻ പറയുന്നത്. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവിയെന്ന് പിണറായി വിളിച്ചു. TP ചന്ദ്രശേഖരനെ കുലംകുത്തിയെന്നും NK പ്രേമചന്ദ്രനെ പരനാറി എന്നും വിളിച്ചു. ഇപ്പോൾ G. സുധാകരനെ ചെറ്റ എന്നും വിളിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും VD സതീശൻ. അദ്ദേഹം നല്ല വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പണ്ട് NK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. ഇപ്പോ G. സുധാകരൻ അദ്ദേഹത്തെ ചെറ്റത്തിലുണ്ട്. ഇത് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹം സ്വയം തരം താണു. അദ്ദേഹം പറയാൻ പാടില്ല.